ബിഗ് ബോസ് മലയാളം സീസൺ 7 ചിലപ്പോൾ ഉള്ള അനീഷിന്റെ ഓരോ പരിപാടികൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒറ്റ ഡയലോഗാണ്. രാജമാണിക്യം സിനിമയ്ക്കകത്ത് ഡയലോഗാണ്. അധികാരകാല പരിധി തീരുന്നത് വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. ആ ഒരു ഡയലോഗാണ് എനിക്ക് ചിലപ്പോൾ ഓർമ്മ വരുന്നത്. ഫസ്റ്റ് വീക്കില് അവിചാരിതമായി ക്യാപ്റ്റൻ ആയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അനീഷിനെ ബിഗ് ബോസ് നേരിട്ട് ക്യാപ്റ്റൻ ആക്കിയതാണ്. അന്ന് ഓർക്കുന്നുണ്ടാവും. ഫസ്റ്റ് ഡേ ക്യാപ്റ്റൻ ആയ കണ്ടസ്റ്റന്റ് ആണ്. അവിടുന്ന് തുടങ്ങിയതാണ് അനീഷിന്റെ ഭരണം. അനീഷ് ഇങ്ങനെ ഭരിച്ച് കാണാനായിട്ട് ഒരു രസമാണ് കേട്ടോ. നമുക്കിത് കാണുമ്പോൾ ഒരു രസമാണ്. ഈ പണിയെടുക്കാൻ മടി കാണിക്കുന്നവരെയും പിന്നെ പണി ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കാത്തവരെയും ഈ മടി പിടിച്ച് മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, വേറുള്ളവരെ വഹിച്ച് ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെയും ഒക്കെ അനീഷ് ഒരു പാഠം പഠിപ്പിക്കുന്നത് കാണാനായിട്ട് ഒരു നല്ല രസമാണ്. ഇത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇത് ഞാൻ ഒരു രീതിയിലുള്ള കുറ്റമായിട്ടോ വിമർശനമായിട്ടോ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ വേണം ഒരു കണ്ടസ്റ്റന്റ് ആയാലും ഈ രീതിയിൽ വേണം നിൽക്കാനായിട്ട്. അത് നാഷ്ട്യമായിട്ടോ ആജ്ഞാപനമായിട്ടൊക്കെ പലർക്കും തോന്നിയേക്കാം. എനിക്ക് അങ്ങനെയൊന്നും തോന്നാറില്ല. ഇത് ആദിലെ കൊണ്ട് അനീഷ് പണി ചെയ്യിപ്പിക്കുന്നതാണെങ്കിലും ഇപ്പൊ ഈ ഒരു എപ്പിസോഡിന്റെ അവസാനം നെവിനെ കൊണ്ട് അനീഷ് പണി ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണെങ്കിലും കിടുവാണ് കേട്ടോ. കാരണം ഒരു ക്യാപ്റ്റൻ എന്തായിരിക്കണം, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ് ഏതാണെന്നുള്ളതിന്റെ യഥാർത്ഥ അർത്ഥം, ട്രൂ മീനിങ് ഓഫ് എ ക്യാപ്റ്റൻ, അതാണ് അനീഷ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ലീഡർ എന്തായിരിക്കണം ഏതായിരിക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ട് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അടിവരയിട്ട് അനീഷ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വന്തം ടീമിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക. വെസൽ ടീമിലായിരുന്നു അനീഷ് ഈ ആഴ്ചയും. അതിനെ ഓർത്തത് എന്താണ്? അനീഷിനെ വാരെ നിർത്തി അടിച്ചു തല്ലി പണിയിപ്പിക്കാന്നാണ് ഓർത്തത്. പക്ഷെ അതിനൊന്നും ആവശ്യം അതിലേക്ക് വന്നില്ല. കാരണം അനീഷ് അത്രയും പ്രോംപ്റ്റ് ആയിട്ട് അനീഷിന്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അനീഷ് നെവിന്റെ അടുത്ത് പറയുന്നുണ്ട് എപ്പിസോഡിന്റെ അവസാനം, അവിടെ പാത്രം ഇട്ടിരിക്കുകയാണ്, പ്ലേറ്റ് അവിടെ ഇട്ടിരിക്കുകയാണ്, അതെന്താണ് കഴുകാത്തതെന്ന് വളരെ മാന്യമായിട്ട് പോയി നെവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നെവിൻ എന്തോ ഒരു കാര്യം പറയുന്നു. അനീഷ് അപ്പൊ തന്നെ അത് കഴുകി വെക്കാനായിട്ട് പോവാണ്. ഇതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. അപ്പം അനീഷ് ഇത് കഴുകുന്ന കണ്ടിട്ട് നെവിന് എന്തോ തോന്നി. നെവിൻ അവിടെ വരുന്നുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ, ഞാൻ കഴുകി വെക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ നെവിൻ ഫേക്ക് പേഴ്സണാലിറ്റി കാണിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഒരു വാക്തർക്കം ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് പിന്നെ നെവിൻ തന്നെ അത് കഴുകി വെക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതാണ് എപ്പിസോഡിന്റെ അവസാനം നടന്ന ആ ഒരു സംഭവം. ഇത് കാണുമ്പോൾ ശരിക്കും ഒരു ലീഡർ എന്തായിരിക്കണം, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തായിരിക്കണം എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരുന്നുണ്ട് അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. അത് ഫസ്റ്റ് വീക്കിൽ ക്യാപ്റ്റൻ ആയപ്പോൾ തൊട്ട് തുടങ്ങിയ ആ ഒരു ഫയറാണ്. അതിപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്നേ അനീഷ് പറയുന്നുണ്ടായിരുന്നു, ആര് ക്യാപ്റ്റൻ ആയാലും ഞാൻ തന്നെയാണ് ഈ വീട്ടിലെ ക്യാപ്റ്റൻ. അത് അനീഷ് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.